മാമ്പഴം പത്തിന്റെ ഈ അധ്യായത്തിൽ ഇന്നാദ്യം ഒരു യുഗ്മ കവിതയാണ്. അതിനായി വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു പാർവതിയെയും ഭവ്യയെയും. പാർവതി, ഭവ്യ, മാധുര്യമാർന്ന ഈ മാമ്പഴക്കാലത്തിൽ മനോഹരമായൊരു പൂക്കാലം തീർക്കാനായി എത്തിയിരിക്കുകയാണല്ലേ നിങ്ങൾ രണ്ടുപേരും. നല്ല പൂക്കളോടുകൂടിയ നല്ല പുള്ളിപ്പാവാടകളൊക്കെ ഇട്ട് സുന്ദരികളായി പൂവൊക്കെ ചൂടി. ഏത് കവിതയാണ് നിങ്ങൾ ഇന്ന് ചൊല്ലുന്നത്? കുമാരനാശാന്റെ പൂക്കാലം എന്ന കവിതയാണ്. അപ്പൊ വെറുതെ അല്ല, എന്തായാലും അതിന് അനുയോജ്യമായൊരു വേഷം തന്നെയാണ്. നന്നായി ഈ കവിത ചൊല്ലാൻ സാധിക്കട്ടെ എന്ന് ആശംസിക്കുന്നു. പാർവതി, ഭവ്യ, കവിത കൊണ്ട് ഈ മാമ്പഴക്കാലത്തിൽ ഒരു പൂക്കാലം ഇങ്ങനെ തീർത്തുകൊണ്ടിരിക്കുന്നു അല്ലേ നിങ്ങൾ? എന്തായാലും എങ്ങനെ ഉണ്ടായിരുന്നു ആശാന്റെ ഈ കവിത? നിങ്ങൾ എങ്ങനെ ചൊല്ലി എന്ന് നമുക്ക് വിധികർത്താക്കളോട് ചോദിക്കാം. ലീലാകൃഷ്ണൻ സർ.
ഭവ്യ, പാർവതി, പൂക്കാലത്തിൽ രണ്ട് പൂച്ചെടികൾ ഒരുമിച്ച് പൂത്തു നിൽക്കുന്നത് പോലെ മനോഹരമായി ഒരുമയോടുകൂടി രണ്ടുപേരും കൂടി നന്നായിട്ട് ഈ കവിത ചൊല്ലി. ആശാന്റെ മനോഹരമായൊരു കവിതയാണിത്. വാസ്തവത്തിൽ കാളിദാസന്റെ ഋതുവിലാസം പോലെയൊക്കെ എഴുതപ്പെട്ട കവിതയാണ്. മറ്റേ ചന്തം ധരക്കേറെയായി ശീതവും പോയി അന്തിക്ക് പൂങ്കാവിൽ ആളേറെയായി സന്തോഷമേറുന്നു ദേവാലയത്തിൽ പൊന്തുന്നു വാദ്യങ്ങൾ വന്നു വസന്തം. രണ്ടുപേരും വ്യത്യസ്തമായ രീതിയിലാണ് ചൊല്ലിയത്. നല്ല ഇഴപ്പൊരുത്തമൊക്കെ ഉണ്ടായിരുന്നു. ഈ പാർവതി ചൊല്ലിയപ്പോൾ എല്ലാവർക്കും ഏകുന്നിതേ കോകിലങ്ങൾ, അങ്ങനെയാണ്, തേൻ കോകിലങ്ങളല്ലാതെ ചൊല്ലിപ്പോകുമ്പോൾ എല്ലാവർക്കും ഏകുന്നി തേൻ കോകിലങ്ങൾ എന്നാണ് ചൊല്ലിയത്. അല്ലെങ്കിൽ എന്നെ അതിൽ വന്നതുപോലെ തോന്നി. അങ്ങനെ ചില സ്ഥലത്തൊക്കെ വെളുക്കുന്നു ഉഷസ്സോ ഇതെല്ലാം വെളുക്കുന്നു, അത് ബുദ്ധിമുട്ടുണ്ട് ചൊല്ലാൻ. താളത്തിൻ്റെ ഒരു പ്രശ്നം ഇതിനകത്ത് വരും. എന്നാലും ഒന്നുകൂടി ശ്രദ്ധിച്ചിരുന്നെങ്കിൽ ആ ഭാഗം കൂടി കുറച്ചുകൂടി നന്നാക്കാമായിരുന്നു. ഭവ്യയാണ് ഒരിത്തിരി പൊന്തി നിന്നത് പാർവതിയെ. നന്ദി സർ. മുരുകൻ സർ. ഇപ്പോൾ പൂക്കളെ നോക്കൂ വെളുത്തിരിക്കുന്നു പിച്ചിയല്ല വിഷം തിന്ന തെച്ചി എന്നാണ്. പൂക്കളുടെ തന്നെ നിറം മാറുന്ന ഒരു കാലം. പണ്ട് വിഷുക്കാലത്ത് മാത്രം പൂത്തിരുന്ന കണിക്കൊന്ന ഇപ്പോൾ എല്ലാ കാലത്തും പൂക്കുന്ന കാലം. അതൊന്നും അത്ര ശുഭകരമായ കാര്യങ്ങൾ അല്ല. ആ കാലത്താണ് നിങ്ങൾ മനോഹരമായ വസന്തത്തെ ഓർമ്മപ്പെടുത്തിയ കുമാരനാശാൻ്റെ കവിത മനോഹരമായിട്ട് ആലപിച്ചത്. അപ്പോൾ ഇതുപോലെ പാർവതി മോള് അദ്ദേഹം പറഞ്ഞ പോലെ എനിക്കും തോന്നിയത് ഈ കോകിലങ്ങളെ കൂകിലങ്ങൾ എന്ന് ചൊല്ലുന്നത് പോലെ തോന്നി. അത് ചൊല്ലി വരുമ്പോൾ ഉണ്ടാകുന്നൊരു ഇതാണ്. അതുപോലെ നിങ്ങൾ ആ തേനീച്ച കാട്ടിൽ പോകുന്നു എന്നാണ്. അല്ലാതെ പോണേറെ എന്ന് നമ്മൾ 2 പ്രാവശ്യം ആവർത്തിച്ച വേറെന്തോ സാധനം, ഈ പോണേറെ എന്ന് പറയുന്ന സാധനം കൊണ്ട് ആരോ വരുമ്പോൾ തോന്നും. തേനീച്ച കാട്ടിൽ പോണേറെ ഉത്സാഹം ഉൾക്കൊണ്ടുകൊണ്ട് എന്നാണ്. അപ്പോൾ ഈ ആവർത്തിക്കുന്ന ഇടം എന്താണ്, ഒരു അർത്ഥത്തെ പൂർണ്ണമായി ഉൾക്കൊള്ളുന്ന ഒരു ആവർത്തനമാണോ എന്ന ചിന്ത ഉണ്ടാകണം. എന്നാൽ താഴെ വരുമ്പോൾ ആവർത്തനങ്ങളിൽ ആ രണ്ട് വരികളിൽ തന്നെ ഒരു ആശയം ഒതുങ്ങുന്നത് കൊണ്ട് അതിൻ്റെ ആവർത്തനത്തിൽ കുഴപ്പമുണ്ടാവില്ല. പക്ഷേ ഇങ്ങനെയൊക്കെ ഉള്ള കാര്യങ്ങൾ ഈ ചൊല്ലുമ്പോൾ വളരെ ശ്രദ്ധിക്കണം. പിന്നെ ഭവ്യ ആ ചന്തം ധരക്കേറെ, അത് വളരെ മനോഹരമായി ചൊല്ലും. കാരണം അവിടെ താളം കിട്ടൂല. അപ്പോൾ താളം കിട്ടാതെ ഇരിക്കുന്ന സ്ഥലത്ത് താളം കിട്ടാൻ വേണ്ടി വളരെ ബുദ്ധിപൂർവമായ ഒരു ചൊല്ലൽ മനോഹരമായി ആലപിച്ചു. ആ ഭാഗമൊക്കെ ആശംസകൾ രണ്ടാളും. നന്ദി സർ. ഭവ്യയ്ക്കും പാർവതിക്കും എത്ര മാർക്ക് ലഭിച്ചു എന്നറിയാം? നീലകൃഷ്ണൻ സർ. ഞാൻ ഭവ്യയ്ക്ക് 50-ൽ 48 മാർക്ക്, പാർവതിക്ക് 50-ൽ അപ്പോൾ 47 മാർക്ക്. നന്ദി സർ. മുരുകൻ സർ. ഞാനും കുറയ്ക്കുന്നില്ല. ഭവ്യയ്ക്ക് 48-ഉം പാർവതിക്ക് 47. ഭവ്യയ്ക്ക് ഈ കവിത ചൊല്ലി കഴിഞ്ഞപ്പോൾ 100-ൽ 96-ഉം പാർവതിക്ക് 100-ൽ 94 മാർക്കും ലഭിച്ചു. നമ്മുടെ വിധികർത്താക്കൾ പറഞ്ഞ അഭിപ്രായങ്ങളെല്ലാം മനസ്സിലാക്കി കൂടുതൽ മികവാർന്ന രീതിയിൽ കവിതകൾ ചൊല്ലാൻ സാധിക്കട്ടെ എന്ന് ആശംസിക്കുന്നു. അഭിനന്ദനങ്ങൾ.